നമസ്തേ. അഖിലയാണ് ഇസ്രായേലിൽ നിന്നും ഒരു സംഗിണി ചേച്ചി ഒരു വീഡിയോ ആയിട്ട് അപ്ഡേറ്റുമായിട്ട് ഇന്ന് വന്നേക്കുന്നു. 21/3/2026 ലൈവ് അപ്ഡേറ്റ്സ്. അപ്പോൾ എന്താണ് അപ്ഡേറ്റ്സ് എന്നല്ലേ, അഖില മരിച്ചു പോയോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ മറുപടി ആയിട്ട് അഖില മേഡം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇതിൽ ആ സംഗിണി ചേച്ചി പറയുന്നുണ്ട്, ഇവിടെ യാതൊരു കുഴപ്പങ്ങളും ഇല്ല, ഇവിടെ വളരെ സേഫാണ്, ഇവിടെ വളരെ സുരക്ഷിതമാണ്. ആ ചേച്ചിയുടെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇസ്രായേലിൽ എന്താണ് നടക്കുന്നുള്ളത്. ഡ്രോണുകളും മിസൈലുകളും ചീറിപ്പാഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഒരു ദിവസം തന്നെ 2-3 വട്ടമൊക്കെ സൈറം വരുന്നുണ്ട്, അലർട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പബ്ലിക് ബങ്കറിലോട്ട് പോകും. അത് കഴിഞ്ഞാൽ തിരിച്ച് മെസ്സേജ് അലർട്ട് വരും, ലീവ് ബങ്കറിൽ നിന്ന് ലീവ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത മെസ്സേജ് വരും. അപ്പോൾ അവിടുന്ന് ഒരു ദിവസം 2-3 പ്രാവശ്യമാണ് സൈറം അലാം അവർക്ക് അലർട്ട് വരുന്നത്. ആ സമയത്ത് അവരെന്ത് ചെയ്യും, അത്രേ പബ്ലിക് ബങ്കറിലോട്ട് പോകുമെന്ന്. അപ്പോൾ ചേച്ചി പോകുന്നുണ്ട്, പബ്ലിക് ബങ്കറിലോട്ട് പോകുന്നുണ്ട് ഒരു ദിവസം 2-3 തവണയൊക്കെ. അപ്പോൾ ഈ ബങ്കറിലോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് മെസ്സേജ് വരും, അത്രേ യു ക്യാൻ നമുക്ക് ബങ്കറിൽ നിന്ന് ലീവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത അലർട്ട് വരും. അതിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഈ സൈറം വന്നു കഴിഞ്ഞാൽ അത് മിസൈലും ഡ്രോണൊക്കെ അറ്റാക്ക് ചെയ്ത് പോയ ശേഷം നിങ്ങൾക്ക് പുറത്തിറങ്ങാം. അപ്പോൾ അങ്ങനെ ഒരു 24 മണിക്കൂറിൽ ഒരു ദിവസം 2-3 വട്ടമൊക്കെ വരും. എന്താല്ലേ, ഒരു ദിവസം 2-3 പ്രാവശ്യം വരുന്നുള്ളൂ, വളരെ ചെറിയ നമ്പർ. ഗാഢമായ നിദ്രയിലോട്ട് എങ്ങനെയാണ് ഇവർക്ക് പോകാൻ സാധിക്കുന്നത്? അർദ്ധരാത്രിയിലാണ് ഈ അലേർട്ട് വരുന്നെങ്കിൽ, ഈ അഖില ചേച്ചി ഒരു ഗാഢമായ നിദ്രയിൽ പ്രവേശിക്കുകയാണെങ്കിൽ, സൈറം അലാം വരുന്നത് ചേച്ചി കേട്ടില്ല എന്നുണ്ടെങ്കിൽ, ചേച്ചിയുടെ ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ ചേച്ചി താമസിക്കുന്ന പരിസര പ്രദേശത്തോ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ, നാളെ നമ്മുടെ അഖില ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആവില്ലേ, ഈ കമൻ്റ് ഇട്ട പോലെ തന്നെ ആവില്ലേ സുഹൃത്തുക്കളെ? അപ്പോൾ നമുക്ക് സംഗി ചേച്ചി മരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് വീഡിയോയിലൊന്നും വരാതിരുന്നത്. ഇത്രയും ദിവസം ഭയങ്കര വിശേഷങ്ങളായിരുന്നല്ലോ, അതുകൊണ്ടാണല്ലോ ചേച്ചി വീഡിയോകളിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വിശേഷങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സംഗി ചേച്ചി ഇങ്ങനെ വീഡിയോയിൽ വന്നത്. ചേച്ചി മരിച്ചിട്ടൊന്നുമില്ല എന്നാണ് ചേച്ചി തന്നെ പറയുന്നുണ്ട്. ചേച്ചി മരിച്ചിട്ടില്ല, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വീഡിയോയിൽ വന്നത്. അപ്പോൾ ഇസ്രായേലിലെ ഈ സംഗിണി എന്താണ് പറഞ്ഞതെന്ന് ജസ്റ്റ് നമുക്കൊന്ന് കേട്ട് നോക്കാം, വാ. നമസ്തേ, അഖിലയാണ് ജെറുസലേമിൽ നിന്ന്. ഇന്ന് 21/3/2026. ഞാൻ മരിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതായത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ വിശേഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസമായിട്ട് പറയാൻ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. പിന്നെ നമുക്കിവിടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ എനിക്ക് എന്റേതായ പേഴ്സണൽ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അതും ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാണ്ടിരുന്നത്. അല്ലാണ്ട് ഞാൻ മരിച്ചു പോയിട്ടൊന്നുമില്ല, അങ്ങനെ വിചാരിക്കണ്ട. പിന്നെ ഒരുപാട് ആളുകൾ സേഫ് ആണോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. പറ്റുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സേഫാണ്, ഒരു കുഴപ്പവും ഇല്ല കേട്ടോ. ഇവിടെ സൈറനൊക്കെ അടിക്കുന്നുണ്ട്, മിസൈൽസ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ എല്ലാവരും എപ്പോഴും സേഫായിട്ട് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയൊരു യുദ്ധ സാഹചര്യത്തിലൂടെ പോകുമ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വീണ്ടും ഇസ്രായേലിൽ തന്നെ നിൽക്കുന്നത്, നിങ്ങൾക്ക് നാട്ടിലേക്ക് കയറി വന്നുകൂടായോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നു. അതിനൊരു മറുപടി പറയാൻ വേണ്ടിയിട്ടാട്ടോ വന്നിരിക്കുന്നത്. ഞാൻ 2020 ഇസ്രായേലിലേക്ക് വരുന്നത് കേട്ടോ. 2020 വരുമ്പോൾ ഒരു ഷെക്കലിന് 18-19 ആ ഒരു റേറ്റിലാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സമയത്ത് ഞാൻ ആ പൈസ അങ്ങനെയാണ് നമ്മൾ നാട്ടിലേക്ക് 18-19 രൂപ മൂല്യത്തിലാണ് നമ്മൾ അയച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഈ യുദ്ധ സാഹചര്യം നടക്കുന്ന ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു ഷെക്കലിന് ഏകദേശം 30 കഴിഞ്ഞു. 30 നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഒരു ഷെക്കൽ ഈസ്റ്റു എത്രയാണ് ഇന്ത്യൻ റുപ്പി എന്നുള്ളത്. 30 കടന്നു കേട്ടോ. അപ്പോ എവിടെയാണെങ്കിലും യുദ്ധം നടക്കുമ്പോൾ സാമ്പത്തികപരമായിട്ട് ആ രാജ്യം ഭയങ്കര ഒരു അരക്ഷിതാവസ്ഥ നേരിടും അല്ലേ. പക്ഷെ ഇസ്രായേലിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. എത്ര നാളായിട്ട് ഇവിടെ യുദ്ധമാണ്, നിങ്ങൾ തന്നെ കാണുന്നുണ്ട്. 2021 ഒക്കെ ഇവിടെ വലിയ വലിയ യുദ്ധം നടന്ന സമയത്തൊക്കെ ഇവർ സാമ്പത്തികപരമായിട്ട് ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളും സംഭവിച്ചിട്ടില്ല. ഇവർ വീണ്ടും വീണ്ടും ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും യുദ്ധം നിങ്ങൾക്കറിയാലോ, ഇവിടുന്ന് അതായത് ഹൈൻഡോം പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രതികരിക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കേണ്ടി വരുന്ന ആ മിസൈൽസിന് എത്ര ഡോളറാകും എത്ര നാളെ കൊണ്ട് ഇവിടെ യുദ്ധം നടക്കുവാണ്. യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇവർ എക്കണോമിക് സ്റ്റാറ്റസ് സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ കേട്ടോ. ബ്രില്യൻസ്, എക്കണോമിക് ബ്രില്യൻസ് എന്ന് തന്നെ പറയാം കേട്ടോ. അതെ, ഇസ്രായേലിൻ്റെ എക്കണോമിക് സ്റ്റാറ്റസ്, ബ്രില്യൻസ്, ഇന്റലിജൻസ്, വെരി സ്മാർട്ട്. ഇനിയിപ്പോൾ എക്സലന്റ്, ഇനി വേറൊരു വേർഡില്ല, ഒരു പവർ വേർഡ് ഇതിനകത്ത് ഇനി പറയാനില്ല.
കാരണം ഏതൊരു രാജ്യം യുദ്ധത്തെ അഭിമുഖീകരിക്കുന്ന സമയത്ത് സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവും, ഒരു എക്കണോമിക് ക്രൈസിസ് ആ രാജ്യം അഭിമുഖീകരിക്കും. പക്ഷേ ഇസ്രായേലിൽ ഒരു എക്കണോമിക് ക്രൈസിസോ ഒരു സാമ്പത്തിക മാന്ദ്യമോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്രേ ഒരു ഷെക്കലിൻ്റെ വാല്യൂ ഇപ്പോൾ വരുന്നത് 30 രൂപ അത്രേ. ചേച്ചി ഇസ്രായേലിലോട്ട് പോയ സമയത്താണെങ്കിൽ ഷെക്കലിൻ്റെ വാല്യൂ വളരെ കുറവായിരുന്നു. ചേച്ചി ഇസ്രായേൽ മാത്രമല്ല UAE പോയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഗൾഫ് കൺട്രിയിൽ GCCയിലോ മിഡിൽ ഈസ്റ്റിലോ പശ്ചിമേഷ്യയിൽ പോയിട്ടുള്ള ഏതൊരാളാണെന്നുണ്ടെങ്കിലും അവരുടെ രാജ്യത്തെ കറൻസി ഇന്ത്യൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയിരിക്കും, കൂടുതലായിരിക്കും. കാരണം എന്താ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ റുപ്പിക്ക് മൂല്യമില്ല, അവിടെ ഇൻഫ്ലേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചി ഇതൊന്നും മനസ്സിലാക്ക്. നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ UAEയിൽ 2020 പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, അവിടെ ഒരു ദിർഹംസിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ 19 രൂപയായിരുന്നു, 18-19 ആ റേഞ്ചിലായിരുന്നു. ഇന്ന് 2026 മാർച്ച് 21 ആവുന്ന സമയത്ത് അതേ ഒരു ദിർഹംസിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയുമോ? 25 പോയിൻ്റായി. കാരണം എന്താ, ഡേ ബൈ ഡേ ചേച്ചി പറയുന്ന പോലെ ഇസ്രായേൽ മാത്രമല്ല എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. പണത്തിൻ്റെ അല്ലെങ്കിൽ വാല്യൂ കൂടും, കറൻസി വാല്യൂ കൂടുന്നുള്ള കാര്യം ഷുവറാണ്. കാരണം ഇവിടെ നാണയപ്പെരുപ്പമാണ്, ഇവിടെ മൂല്യമില്ല, ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം ഇടിഞ്ഞു, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അല്ലാണ്ട് അവിടെ സാമ്പത്തികപരമായിട്ട് ഭയങ്കര ക്യാപിറ്റലായിട്ടുള്ള ഒരു എക്കോണമി ആയതുകൊണ്ടൊന്നും അല്ല. ഈ സംഗണി ചേച്ചി പറയുന്ന കേട്ടാൽ തോന്നും ഇസ്രായേൽ അമ്മാരി അടിച്ചിട്ടും ഇസ്രായേലിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ലെന്നാണ് ചേച്ചിയുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് അതുകൊണ്ടൊന്നും അല്ല ചേച്ചി, ഇത് എല്ലാവർക്കും അറിയാവുന്ന നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ചേച്ചിയുടെ വീഡിയോ കണ്ടും പൊട്ടന്മാരായിട്ടുള്ള വിഡ്ഢികളായിട്ടുള്ള നിങ്ങൾ അത് വിശ്വസിക്കരുത്. എനിക്ക് പറയാനുള്ളത് അതാണ്. ഇത് ഏത് രാജ്യത്തെ കറൻസി നിങ്ങൾ ഗൂഗിളിലിട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോളർ ആണെന്നുണ്ടെങ്കിലും അത് യൂറോക്കാണെങ്കിലും INR-നാണെങ്കിലും മേഡിക്കാണെന്നുണ്ടെങ്കിലും എല്ലാ കറൻസി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ വേരിയേഷൻ ഉണ്ടാവും. 2020 ഉള്ള റേറ്റ് ആയിരിക്കില്ല 2026. അഥവാ ഓരോ വർഷം തോറും അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. അഥവാ നാണയപ്പെരുപ്പം ഉണ്ടാവും, മൂല്യത്തിന് വാല്യൂ കൂടും എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾക്ക് വിലക്കയറ്റവും ഉണ്ട്. അത് ഇതിനകത്ത് പറയുന്നില്ല. സാധനങ്ങളുടെ വിലക്കയറ്റം നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്? അത് ഈ ചേച്ചി പറയുന്നില്ല. മാർക്കറ്റിലൊന്നും ഒരു സാധനത്തിനും അവൈലബിലിറ്റി, ലഭ്യത ഇപ്പോഴും ഉണ്ട്, ഒന്നിനും ഒരു കുറവുകളും ഇല്ലെന്നാണ് ചേച്ചി പറയുന്നത്. അതെ, അവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാകും. ഒരു യുദ്ധമാകുമ്പോൾ മുൻകൂട്ടി അവർ 2 മാസം 6 മാസത്തെയും 1 വർഷം വരെയുള്ളതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, ചില ഐറ്റംസൊക്കെ, കേടുവരാത്ത ഐറ്റംസൊക്കെ. പക്ഷേ ആ സാധനങ്ങൾക്കുള്ള റേറ്റ്, അതിൻ്റെ പ്രൈസിൽ ചെറിയ രീതിയിലുള്ള ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇന്ത്യയിൽ ഹാർമൂസ് കടലിടുക്ക് അടച്ചപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്? ഗ്യാസ് LPGക്കുള്ള ഒരു അവൈലബിലിറ്റി കുറഞ്ഞു, അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. ഈ എക്കണോമിക്സ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും, ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസ് ഡിക്രീസ് ചെയ്യും. ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അപ്വാർഡ് എന്താണ്, ഡൗൺവാർഡ് എന്താണ്, ഷിഫ്റ്റ് എന്താണ്, കർവൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഈ സംഭവം മനസ്സിലാവും. അല്ലാത്ത ആൾക്കാർക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. ചേച്ചി പറയുന്നത് നിങ്ങളെ വിശ്വസിച്ച് പോകും, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. അപ്പോൾ ചേച്ചിയുടെ ബാക്കി വീഡിയോ കൂടെ നമുക്ക് കണ്ടു നോക്കാം. അതൊരു ഒന്നാമത്തെ പോയിന്റാണ്. ഇപ്പം 30 കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ സാലറി ഒന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇവിടെ പല സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. കെയർ ഗീവേഴ്സ് സെക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, അഗ്രികൾച്ചർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, സ്കിൽഡ് ആൻഡ് നോൺ സ്കിൽഡ് വർക്കേഴ്സ് ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ഓരോ കാറ്റഗറൈസ് ചെയ്തിട്ട് ആണ് അവരുടെ രീതിക്കാണ് സാലറി പെർ അവർ കിട്ടുന്നവരുണ്ട്, മന്ത്ലി സാലറി കിട്ടുന്നവരുണ്ട്, വേജസ് കിട്ടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് സാലറി ഒന്നും ഞാനിവിടെ പറയുന്നില്ല. എന്തായാലും ഒരു ഷെക്കലിന് 30 കടന്നു. ആ രാജ്യം നമുക്ക് തരുന്ന സാമ്പത്തിക സുരക്ഷിതത്വമാണ്. ചേച്ചി അവിടെ ഷെക്കലിന്റെ റേറ്റ് കൂടുന്നത് നോക്കിയിരുന്നോ? അവിടെ ബങ്കർ തന്നെ കുത്തിയിരുന്നോ? ഷെക്കലിന്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. 50-100 ആവുന്നത് അധികം വൈകാതെ തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, നമുക്ക് ചേച്ചിയുടെ വീഡിയോയുടെ ബാക്കി ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. രണ്ടാമത് ചോദിക്കുന്നത്, ഈ ഒരു യുദ്ധ സാഹചര്യം നേരിടുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നില്ലെന്ന്. ഇവിടെ നിൽക്കുന്ന ഇപ്പൊ ഞാൻ ആരെയും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് പറയില്ല, ഞാൻ സത്യമാണ് കേട്ടോ പറയുന്നത്. എനിക്ക് നാട്ടിൽ പോകണമെന്ന് ഇപ്പൊ നമ്മുടെ കുടുംബത്തിനെ കാണണം, കുട്ടികളെ കാണണം, അവരുടെ ഒപ്പം നിൽക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരിക്കലും ഇവിടെ നിർത്തിയിട്ട്, യുദ്ധ സാഹചര്യത്തിൽ പെട്ടെന്ന് ഇവിടെ നിർത്തിയിട്ട് പോകണമെന്ന് ഒരിക്കൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അതിന്റെ ഒന്നാമത്തെ റീസൺ ഞാൻ പറഞ്ഞുതരാം.
ഒരു രാജ്യം അവരുടെ ഏറ്റവും നല്ല സമയത്ത് നമ്മളോടൊപ്പം ചേർന്ന് നമുക്ക് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്തു തരുന്ന ഒരു രാജ്യം അവരൊരു യുദ്ധ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴല്ലേ നമ്മൾ അവരുടെ കൂടെ നിൽക്കേണ്ടത്. നമ്മുടെ കുടുംബം ഏറ്റവും മനോഹരമായിട്ട് സന്തോഷമായിട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ നല്ല സമയത്ത് നമ്മളെ അത്രത്തോളം ചേർത്ത് പിടിച്ച്. അപ്പൊ അവർക്കൊരു യുദ്ധ സാഹചര്യത്തിലല്ലേ നമ്മളെ പോലുള്ള ഞാൻ നഴ്സുമാരുടെ കാര്യം ഇപ്പൊ പറയണം കേട്ടോ. ഈ നഴ്സുമാരുടെ ആവശ്യം ഇപ്പോഴാണ് ഇവിടെ കൂടുതലായിട്ട് വേണ്ടുന്നത്. രാജ്യം അവിടെ യുദ്ധം ചെയ്യട്ടെ, നമ്മളെല്ലാവരും നിങ്ങളുടെ രാജ്യത്തിനെ സിറ്റിസൺസിനെ നോക്കാനായിട്ട് നമ്മളിവിടെ സജ്ജരായിരിക്കുകയാണ്. എത്ര അഭിമാനത്തോടെയാണ് നമ്മളിവിടെ നിൽക്കുന്നതെന്ന് അറിയാമോ? എന്റെ പറച്ചിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇത് കണ്ണിന്ന് വെള്ളം വരുന്നു. അതെ, ഈ പറച്ചിൽ നമുക്ക് മനസ്സിലാവും എത്ര അഭിമാനത്തോടെയാണ് ചേച്ചി ഇസ്രായേലിൽ അവിടെ നിൽക്കുന്നത്. ഇസ്രായേലിൽ ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പല ആൾക്കാരും ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ചേച്ചി ഈ യുദ്ധ ഭീതിയിലും ഇസ്രായേൽ തന്നെ പിടിച്ചു നിൽക്കുന്നത്, നാട്ടിലോട്ട് പോവാത്ത, ഇസ്രായേൽ ലീവ് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒന്നാമത്തെ കാരണം ഞാൻ പറഞ്ഞു തരാം. ഇസ്രായേലിൽ നിന്ന് ഈ സമയത്ത് ലീവ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. ഫസ്റ്റ് കാര്യം, അവർക്ക് ഇപ്പം ലീവ് ചെയ്യാൻ പറ്റില്ല. ലീവ് ചെയ്താൽ തന്നെ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ ഭയങ്കര നൂലാമാലയാണ്. അപ്പം അതുകൊണ്ട് അവർ ചെയ്യുന്ന ജോലി അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത 99% കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് യുദ്ധ സാഹചര്യത്തിൽ നമുക്ക് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ലീവ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാനോ ഇവിടുന്ന് തിരിച്ചു പോകാനോ ഉള്ള ആ ഒരു പ്രയാസം വളരെ അധികമാണ്. കാരണം അവരുടെ ആർമി, ഡിഫൻസ്, ഏവിയേഷൻ, മാത്രമല്ല നേവി, പിന്നെ ഇവരുടെ റഡാർ സംവിധാനങ്ങൾ എല്ലാം നിരീക്ഷണത്തിലാണ്. എപ്പോഴാണ് ഒരു മിസൈൽ, ഡ്രോൺ വന്നിട്ട് അവർ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അതൊക്കെ അറ്റാക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയും ഒരുപാട് രാജ്യത്തിൻ്റെ രാജ്യസുരക്ഷയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അവിടുത്തെ അധികൃതർ ഇതിനൊക്കെ ട്രാവൽ ബാൻ ചെയ്യും, ഇങ്ങോട്ട് വരുന്നതിനും അങ്ങോട്ട് പോകുന്നതിനും. മാത്രമല്ല ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കും. അതൊക്കെ കൊണ്ടാണ് ഇവരൊന്നും പോവാതെ അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നത്. പിന്നെ ആ രാജ്യസ്നേഹം ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എക്സ്പാട്രിയേറ്റിനും അഥവാ എല്ലാ പ്രവാസികൾക്കും രാജ്യസ്നേഹം ഉണ്ടാവും പുറത്ത് പോയി കഴിഞ്ഞാൽ, അത് ഉറപ്പാണ്. പ്രത്യേകിച്ച് നമ്മളെ മാതൃരാജ്യമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയോട് നമുക്ക് വളരെയധികം റെസ്പെക്റ്റും ബഹുമാനം തോന്നും. നമ്മളെ ഇന്ത്യയിലുള്ള പലതും നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം തന്നെ തോന്നുന്നത് ചിലപ്പോൾ പുറത്ത് പോകുമ്പോഴായിരിക്കും. കേരളം വിട്ട് പുറത്ത് പോകാത്ത ആളായിരിക്കും ഇന്ത്യ വിട്ടുകാണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിലോ അല്ലാന്നുണ്ടെങ്കിൽ ജോർദാനിലോ അല്ലെങ്കിൽ മറ്റുള്ള മിഡിൽ ഈസ്റ്റിൽ പോകുന്നത്. അപ്പോഴാണ് അവർ രാജ്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും. പിന്നെ ആ രാജ്യത്ത് നിന്ന് സമ്പാദിക്കുമ്പോൾ അവിടെ നിന്ന് അന്നം തരുന്ന രാജ്യത്തോട് എന്തായാലും കൂറ് പുലർത്തുന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അവരെ സപ്പോർട്ട് ചെയ്ത് തന്നെ നമ്മൾ നിൽക്കണം. കാരണം നമ്മളെ സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് കഴിയില്ല. നമ്മുടെ കയ്യിൽ ഒരു അയൺ ഡോമോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ബങ്കറോ ഒന്നും നമ്മൾക്ക് സ്വന്തമായിട്ടില്ല. എല്ലാം ആ രാജ്യം പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ രാജ്യം നൽകുന്ന സിവിലിയൻസിന് കൊടുക്കുന്ന ഒരു സർവീസാണ്, സേവനമാണത്. അത് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാതെ അവിടെ NRIs എന്നോ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ എന്നോ അങ്ങനെ യാതൊരു രീതിയിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻസും ഈ ഒരു വാറിൻ്റെ ഒരു എൻവിറോൺമെൻറ്റിൽ ഉണ്ടാവില്ല, യുദ്ധാന്തരീക്ഷത്തിൽ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഷുവറാണ്. ഇപ്പോൾ UAE റോഡിലും അതുപോലെ തന്നെ അവിടുത്തെ ഐക്കോണിക് ആയിട്ടുള്ള ബിൽഡിങ്, അതുപോലെ തന്നെ ജെയിൻ വീൽ, ഇങ്ങനെ വലിയ വലിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ UAE തന്നെ അവിടെ എന്താണ് മെസ്സേജ് കൊടുക്കുന്നത്, ഒരു കോഡ് കൊടുക്കുന്നത്, ഇൻ ദി UAE എവരി വൺ ഈസ് ഇമാറാത്തി. എന്താ പറയുന്നത്? UAE എല്ലാവരും ഇമാറാത്തികളാണ്, UAE എല്ലാവരും ലോക്കൽസാണ്. അത് വിചാരിച്ചിട്ട് അവരവിടുത്തെ സിറ്റിസൺഷിപ്പോ PR പാസ്പോർട്ടോ പൗരത്വമോ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ പൊതുജനങ്ങളെ ഒരു ഭീതിയിൽ നിന്നും ചേർത്ത് പിടിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ രാജ്യം അവരോട് കൂടെയാണെന്നുള്ള ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. കാരണം ജനങ്ങൾ ഭീതിപ്പെടാതിരിക്കാൻ, പാനിക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ ഇതൊന്നും അവരുടെ അത് ഫുള്ള് ലോക്കൽസിന് കൊടുക്കുന്ന, പൗരന്മാർക്ക് കൊടുക്കുന്ന എല്ലാ ബെനിഫിറ്റും ഈ എക്സ്പാട്രിയേറ്റിന് അങ്ങ് കൊടുക്കില്ല. ഒരു രാജ്യത്തിന് ആ രാജ്യത്തിൻ്റെതായിട്ടുള്ള രാജ്യഭരണമായിരിക്കും അല്ലെങ്കിൽ ജനാധിപത്യ ഭരണമായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലും ബേസിലും ഒക്കെ ആയിരിക്കും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സംഗീത ചേച്ചി പറയുന്ന പോലെ എല്ലാം ഒന്നും കറക്റ്റൊന്നുമല്ല, കുറേയൊക്കെ വെളുപ്പിക്കാൻ ട്രൈ ചെയ്യുന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നെ അവിടെ ഇസ്രായേലിലുള്ള ആൾക്കാർ എല്ലാവരും പേടിച്ചിട്ട് തന്നെയാണ് അവിടെ ജീവിക്കുന്നത്. എത്ര പേടിയില്ല എന്ന് വന്നുകൊണ്ട് നിങ്ങൾ ക്യാമറയുടെ കണ്ണിൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ എല്ലാവരും പേടിച്ചിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇസ്രായേൽ അത്രയധികം പേടിയിലാണ് അവിടെ നിൽക്കുന്ന ഓരോ ജനങ്ങളും കഴിയുന്നത്. കാരണം ഇറാൻ എന്താണ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ ഇതുവരെ
ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഇറാൻ ഇപ്പോൾ പറഞ്ഞ വാക്കായിരിക്കില്ല, അടുത്ത നിമിഷം ഇറാൻ അതിന് തിരിച്ചടിക്കും. കാരണം ഇറാൻ്റെ നിലപാട് അങ്ങനെയാണ്. ഇറാൻ സുപ്രീം ലീഡറെയാണ് നിങ്ങൾ കൊന്നിട്ടുള്ളത്, എന്നിട്ടാണ് നിങ്ങൾ അവിടെ സുരക്ഷിതമാണ്, സേഫാണ്, ഞങ്ങൾ ഇവിടെ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര പീസാണ് പറഞ്ഞിട്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരു സമാധാനവും ഇല്ല. നിങ്ങളുടെ സമാധാനം ഖമേനിയെ കൊന്നതോട് കൂടിയിട്ട് നിങ്ങളെ എല്ലാ സമാധാനം പോയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ ജനതയ്ക്ക് ഇനി അടുത്ത കാലത്തൊന്നും സമാധാന അന്തരീക്ഷം ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കുറച്ച് കാലം ഇറാൻ ഇത് നിർത്തി വെച്ച് കഴിഞ്ഞാലും പിന്നെയും ഇറാൻ ഇതിനെ തിരിച്ച് ആക്രമിക്കാനുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഈ ഇസ്രായേൽ എന്ന ഒറ്റ രാജ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭയങ്കര പവർഫുള്ളാണ്, ഭയങ്കര ഇൻ്റലിജൻസ് ആണ്, ജൂതന്മാർ ഭയങ്കര ഇൻ്റലിജൻസ് ആണ്, ഭയങ്കര ബുദ്ധിശാലികളാണ് എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ നടക്കൊന്നും വേണ്ട. അമേരിക്കയുമായിട്ടുള്ള സംയുക്തമായിട്ടുള്ള ഒരു വാറിലാണ് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. ഈ അമേരിക്കയുടെ പൂർണ്ണ സപ്പോർട്ട് ഇല്ലാതെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഒറ്റയ്ക്ക് ഇറാനോട് മുട്ടാൻ പോയി കഴിഞ്ഞാൽ ലോക ഭൂപടത്തിൽ നിന്ന് ഇസ്രായേലിനെ തുടച്ചു മാറ്റുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ലോക പോലീസായിട്ടുള്ള അമേരിക്കയുടെ ഒറ്റ പിൻബലത്തിലാണ് ഇസ്രായേൽ ഈ തള്ളുന്ന തള്ളലും അതുപോലെ തന്നെ നെതന്യാഹു എന്ന് പറയുന്ന ആ മനുഷ്യൻ അവിടെ സുരക്ഷിതമായിട്ട് നിൽക്കുന്നതും ഈ ഒറ്റ അമേരിക്കയുടെ ഒരു സപ്പോർട്ടിൻ്റെ പിൻബലത്തിലാണ്. ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമില്ല, മിഡിൽ ഈസ്റ്റ് ഫുള്ള് അമേരിക്കയുടെ കയ്യിലാണ്. അമേരിക്ക അവിടെ നിന്ന് ഒരു സ്വിച്ച് അമർത്തിയാൽ മതി, ഇത് ഫുള്ള് ഇല്ലാണ്ടാവും. അത്രക്കും പവറാണ് അമേരിക്കക്ക്. ലോക പോലീസ് എന്നറിയപ്പെടാനുള്ളതിന് കാരണം എന്താണ്? അമേരിക്കക്ക് അത്രക്കും വൻ ശക്തികളുണ്ട്. സൈനികപരമായിട്ടാണെന്നുണ്ടെങ്കിലും ടെക്നോളജിക്കൽ ആയിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യം കൊണ്ടും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്, മെഷീനറീസ്, മിസൈല്, ഡ്രോൺസ് എല്ലാതും അമേരിക്കയുടെ കയ്യിലുണ്ട്. ഇനി ചേച്ചി പറഞ്ഞിട്ടുള്ള ബാക്കി വീഡിയോ നമുക്കൊന്നുകൂടെ കണ്ടു നോക്കാം. രാജ്യത്തിന്റെ യുദ്ധം നടക്കുന്ന സമയത്ത് അവർക്ക് അവരുടെ സിവിലിയൻസിനെ പ്രൊട്ടക്ട് ചെയ്ത മാത്രമല്ല, പല ആൾക്കാരും നമ്മളെ പോലുള്ള ജോലി ചെയ്യാൻ വന്നിരിക്കുന്നവരും അവരൊക്കെ ഫുള്ള് ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഈ യുദ്ധ സമയത്ത് എൽഡർലി പീപ്പിൾസിനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത് കേട്ടോ. ഹാറ്റ്സ് ഓഫ് കേട്ടോ. ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കും എന്റെ നമോഭാഗം. എസ്പെഷ്യലി ഈ ഒരു സാഹചര്യത്തിൽ കെയർ ഗീവിംഗ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് കേട്ടോ. അവരുടെ ജീവനേക്കാൾ ഉപരി മറ്റൊരാളുടെ ജീവന് പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെ ചേർത്ത് പിടിക്കുന്നതിന് ഒരുപാട് 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 അഭിനന്ദനങ്ങൾ. നമ്മൾ പറഞ്ഞു വന്ന പോയിട്ട് വിട്ടുപോയില്ലേ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാ. അപ്പോ രണ്ടാമത് ഇത് ചോദിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ രാജ്യത്തിനോടൊപ്പം നിൽക്കുന്നത്. അതെ, ഈ രാജ്യത്തിന്റെ കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കേണ്ടത്. അതെ, ബങ്കറിൽ തന്നെ നിന്നോളൂ. ഈ ഒരു സമയത്ത് അതായിരിക്കും ഏറ്റവും വളരെയധികം സുരക്ഷിതമായിട്ടുള്ള ഒരിടം എന്ന് പറയുന്നത്. ബാക്കി കാര്യങ്ങളോട് കേട്ടു നോക്കാം. അപ്പൊ നമ്മൾ വിചാരിക്കും അപ്പൊ രാജ്യത്ത് അരക്ഷിതാവസ്ഥയിൽ ഒട്ടുമില്ല, നമ്മളിവിടെ ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ ചെയ്യുന്നത് പുറത്തിരുന്നിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കണ്ടോ, ഒരു ഊഞ്ഞാലൊക്കെ ആടിക്കൊണ്ട് അപ്പൊ പുറത്തിരുന്നിട്ടാണല്ലേ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അത് ഇപ്പൊ ഒരു സൈറൻ ഇപ്പൊ വരുവാണെന്ന് വെച്ചോ, ഇവിടെ സേഫ്റ്റി റൂം ഉണ്ട്, ഞാൻ അങ്ങടേക്ക് പോയി അവിടെ ഇരുന്നിട്ട് നമുക്ക് ലീവ് ഷെൽട്ടർ എന്ന് പറഞ്ഞിട്ട് മൊബൈലിൽ മെസ്സേജ് വരും. ആ സമയത്ത് ഇപ്പൊ ഏർലി മോർണിംഗ് വന്നിട്ടല്ലേ നമ്മൾ പോകുന്നത്. ലീവ് ഷെൽട്ടർ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഇവിടെ വന്നിരിക്കും. പിന്നെ കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. ഇതിപ്പോ ഒരു ദിവസത്തിൽ 1 or 2 അല്ലെങ്കിൽ മാക്സിമം ഒരു 3 തവണ ചിലപ്പോൾ അലാം അടിച്ചെന്നിരിക്കും. ബാക്കി 24 മണിക്കൂറിൽ ഒരു 3 തവണ എന്ന് പറയുമ്പോൾ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് അങ്ങനെ മാറ്റി വെച്ചാൽ ബാക്കി ഇത്രയും സമയം നമ്മൾ ഫ്രീ അല്ലേ, ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കില്ലേ നമ്മള്, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. ചേച്ചി വളരെ ഹാപ്പി ആയിട്ടുള്ള ഫേസ് ആണ്, പല്ലൊക്കെ കാണിച്ച് ചിരിച്ചുകൊണ്ടാണ് ചേച്ചി വീഡിയോ ചെയ്യുന്നത്. അതും പുറത്ത് നിന്നുകൊണ്ടാണ് ചേച്ചി ഊഞ്ഞാലൊക്കെ ആടിയും കൊണ്ടാണ് അവിടെ വീഡിയോ ചെയ്യുന്നത്. എന്താല്ലേ, ഭയങ്കര ഹാപ്പി അല്ലേ ചേച്ചി. വീഡിയോയിൽ ഭയങ്കര സന്തോഷവതിയാണെന്നുണ്ടെങ്കിലും ചേച്ചിയുടെ കണ്ണിലും ചേച്ചിയുടെ മനസ്സിലും തീഗോളമാണ് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാലും കേൾക്കുമ്പോഴും മനസ്സിലാവുന്നുണ്ട്. ബാക്കി ഭാഗങ്ങൾ കൂടി തുടർന്ന് കേട്ട് നോക്കാം. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നും അല്ല അതിന്റെ കാര്യം. അപ്പം ഈ സാമ്പത്തിക എക്കണോമിക് ബ്രില്യൻസിനെ പറ്റി ഞാൻ പറഞ്ഞു. രണ്ടാമത് നമുക്ക് ഈ രാജ്യത്ത് തരുന്നൊരു ഫ്രീഡം ഉണ്ട്. നമ്മൾ അത്യാവശ്യം നല്ലൊരു ഫ്രീഡത്തിലാണ് ഈ രാജ്യത്ത് കഴിയുന്നത്. അതെ, ആ രാജ്യം അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഫ്രീഡം, റെസ്പെക്ട്, അത് വളരെ വിലമതിക്കാനാവാത്തതാണ്. കാരണം അവർ പി ആർ ഒന്നും കൊടുക്കില്ല. പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പൗരന്മാരെ ഒന്നും ആക്കില്ല. കാരണം ഇവരൊക്കെ അവിടുത്തെ പൗരന്മാരാക്കി കഴിഞ്ഞാൽ ചാരന്മാരാവില്ലേ. അപ്പോൾ ഇസ്രായേലിനുള്ള 8ന്റെ പണി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ അവർക്ക് ഒരിക്കലും പി ആർ കൊടുക്കില്ല, ഒരു കാലത്തും കൊടുക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇസ്രായേൽ പി ആർ കൊടുത്തു കഴിഞ്ഞാൽ ചാരന്മാർ വരും, ചാരന്മാർ ഒറ്റ കൊടുക്കും. അപ്പോൾ ഇസ്രായേലിന് കിട്ടുന്ന 8ന്റെ പണിയാണ്. അതുകൊണ്ട് അവർക്ക് പി ആർ വർക്ക് കാര്യങ്ങളൊന്നും, പി ആർ ഇങ്ങനെയുള്ള റെസിഡൻസ് സ്റ്റാറ്റസ്
ഫാമിലി സ്റ്റാറ്റസ് ഒന്നും കൊടുക്കില്ല. അപ്പോൾ ബാക്കി കൂടെ കേട്ട് നോക്കാം നമുക്കല്ലേ. മറ്റേ എല്ലാ രാജ്യങ്ങളിലും പരിഗണിക്കുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സെക്കൻഡറി സിറ്റിസൺഷിപ്പിന് എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത്, പല രാജ്യങ്ങളിലും ഞാൻ കേട്ടിട്ടുണ്ട് അവിടുത്തെ സിവിലിയൻസിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുള്ളൂ. ബാക്കി എല്ലാവരും ഒരു രാജ്യത്തേക്ക് വരുമ്പോഴത്തേനും അവരെല്ലാം സെക്കൻഡറി സിറ്റിസൺ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഒരിക്കലും ഇവര് നമ്മളെ ഇസ്രായേൽ PR ഒന്നും കിട്ടിയിട്ട് നമ്മളിവിടെ നിൽക്കാനൊന്നും പറ്റുമൊന്നുമില്ല. കാരണം ഈ രാജ്യത്തിന് അതിൻ്റെതായ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഈ രാജ്യം നമുക്ക് തരുന്ന ഒരു റെസ്പെക്ട് ഉണ്ട് കേട്ടോ. ഇവരെ എങ്ങനെ ചേർത്ത് നിർത്തുന്നു അതുപോലെ തന്നെയാണ് നമ്മളെ ചേർത്ത് നിർത്തുന്നത്. അല്ലാണ്ട് നിങ്ങൾ അങ്ങോട്ട് മാറിയിക്കുക, എന്റെ സിറ്റിസൺസിന് ഞാൻ യുദ്ധം വരുമ്പോൾ ഞാൻ എന്റെ രാജ്യത്തെ ജനങ്ങളെ സംരക്ഷിക്കട്ടെ, നിങ്ങൾ മാറിയിക്കുക എന്നൊന്നുള്ളൊരു വേർവ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവർക്കും ഇവിടുത്തെ സിറ്റിസൺസിന് കിട്ടുന്ന സാലറി ഒക്കെ തന്നെയാണ് നമുക്കും കിട്ടുന്നത്. അല്ലാണ്ട് അവിടെ കുറവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. എല്ലാവർക്കും ഒരു ലോ തന്നെ ഉള്ളൂ ഇവിടെ. അവർക്ക് ഇന്ന ലോ, ഇവർക്ക് ഇങ്ങനെ അങ്ങനെയില്ല. ഒരു ലോ ആ രാജ്യത്ത് നിന്നുകൊണ്ടൊന്നല്ല, ഏതൊരു രാജ്യത്ത് നിന്നുകൊണ്ടും ആ രാജ്യത്തിന്റെ കുറ്റം പറയാൻ പാടില്ല. അത് ഒരു യുദ്ധാന്തരീക്ഷത്തിന്റെ സമയത്ത് ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. ഒരു രാജ്യത്ത് നിന്ന് പണിയെടുത്ത് സമ്പാദിക്കുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അയാൾ തീവ്രവാദി എന്നാണ് അയാളെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരാളും ആ പണി ചെയ്യതില്ല. തലയിൽ ആൾതാമസം അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് സാമാന്യ ബോധമുള്ള ബുദ്ധിയുള്ള ഒരാൾ ഒരിക്കലും സ്വന്തം പണിയെടുക്കുന്ന രാജ്യത്തെ ഒരിക്കലും കുറ്റം പറയില്ല. കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ തീവ്രവാദി, ടെററിസ്റ്റ് എന്നാണ് പറയുന്നത്. എൻ്റെ സംഗിണി ചേച്ചി, ഇതൊന്നും മനസ്സിലാക്കൂ ചേച്ചി. ചേച്ചിയുടെ കുറച്ച് ഭാഗം കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കേട്ടിട്ട് റിയാക്ട് ചെയ്തിട്ട് പോവാം. എല്ലാവർക്കും പിന്നെ യുദ്ധ സാഹചര്യം നടക്കുമ്പോൾ പല ആൾക്കാരും ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആരുടെ ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. അവരോട് ഞാൻ പറയാനുള്ള ഒരു പ്രത്യേക കാര്യം ഞാൻ പറയട്ടെ. ഇവിടെ യുദ്ധമാണ്, ഭയങ്കര 99% ഇസ്രയേലിൽ ജോലി ചെയ്തിട്ട് ഇസ്രയേലിൽ അനുഭവിക്കുന്നവരാണ് കേട്ടോ. ബാക്കി 1% വരുന്ന ആൾക്കാർ എന്തോ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞായിട്ട് ഞാൻ അറിയുന്നുണ്ട്. അപ്പൊ അവരോട് ഞാൻ പറയാണ്, ഈ രാജ്യത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഗവൺമെന്റ്, നമുക്ക് യുദ്ധമാണെന്ന് അറിയാലോ, ഇവിടുത്തെ ഗവൺമെന്റ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ പകുതി സാലറി വെട്ടിക്കുറയ്ക്കുവാണെന്ന്? ഇവിടെ ബിത്വാലൂമി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് സാലറി വരുന്നവരുണ്ട്, പ്രൈവറ്റ് ആയിട്ട് ഫാമിലി കൊടുക്കുന്ന ഇത് അങ്ങനെയുണ്ട്. ഫാമിലി ആരുടെങ്കിലും പറഞ്ഞോ യുദ്ധം നടക്കുവാണ് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല നിങ്ങൾക്ക് സാലറി തരാൻ പകുതിയെ തരുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഗവൺമെന്റ് സാലറി ആർക്കെങ്കിലും കിട്ടാണ്ടിരുന്നിട്ടുണ്ടോ? ഡേ ബൈ ഡേ ഷെക്കലിന്റെ മൂല്യം കൂടുവാണ്. നമ്മളൊക്കെ ഈ പൈസ നാട്ടിലേക്ക് അയക്കുന്നുണ്ട്, നമ്മുടെ കുടുംബം നന്നായിട്ട് നോക്കുന്നൊക്കെ ഉണ്ട്. നമ്മുടെ കുടുംബം ഹാപ്പി, നമ്മളെല്ലാവരും ഹാപ്പിയാണ്. ഈ രാജ്യത്തിരുന്നോണ്ട് ഈ രാജ്യത്ത് കുറ്റം പറയാൻ പാടുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. ചേച്ചിയുടെ അവസാനത്തെ കുറച്ച് വാക്കുകളും കൂടിയുണ്ട്, അതുകൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ്, മുസ്ലിംസ് ഇനി അതെടുത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കണ്ട, ഞാൻ എഡിറ്റ് ചെയ്യുന്നൊന്നുമില്ല. ക്രിസ്ത്യൻസും ഹിന്ദു മതവിശ്വാസികളുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. അതെ, ചേച്ചി പറഞ്ഞ എന്താണ്, ഇസ്രായേലിൽ ഏറ്റവും കൂടുതലുള്ളത് ക്രിസ്ത്യൻസും മുസ്ലിംസും എന്നാണ് ചേച്ചി പറഞ്ഞത്. എന്നിട്ട് അറിയാതെ ഹിന്ദുസും ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ചേച്ചി എന്താണ് ഇത് പറയുന്നത്? ഇസ്രായേലിന് കൂടുതലും ജൂതന്മാരും മുസ്ലിംസും ആണ്. അപ്പോൾ തീവ്രവാദികളാണ് എന്നാണ് ചേച്ചി പറഞ്ഞു കൊണ്ടുവരുന്നത്. ഈ സംഗിണി ചേച്ചി മുസ്ലിംസിൻ്റെ പേരെടുത്ത് പരാമർശിക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു കാരണം ചേച്ചി മുസ്ലിങ്ങളെയും കരിവാരി തേക്കുന്നു. അല്ലാതെ ഈ വീഡിയോയിൽ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ. മുസ്ലിങ്ങളെ തീവ്രവാദത്തിലോട്ട് പിടിച്ചിടുന്നു എന്നല്ലേ ഇതിനർത്ഥം? അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുസ്ലിങ്ങളെ പരാമർശിക്കേണ്ട യാതൊരു കാര്യവും ഇതിനകത്തില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ബാക്കി ഭാഗം കൂടെ തുടർന്ന് കേട്ട് നോക്കാം. ജോലി ചെയ്യുന്നത് കേട്ടോ, ഇവർ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണിക്കാറുണ്ടോ? ഇവിടെ പല മുസ്ലിം കുടുംബങ്ങളിലും എന്തോരം കെയർ ഗീവേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്നറിയും. ക്രിസ്ത്യൻ ആയിട്ടുള്ളവരും ഹിന്ദു ആയിട്ടുള്ളവരും ഇവിടുത്തെ പല മുസ്ലിം കുടുംബങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവരെ പേഴ്സണലി അറിയാവുന്നവർ അവരോട് ചോദിക്കുക, ഇല്ലാച്ചാല് അവർക്ക് പോസ്റ്റൊക്കെ അവർ ഇടാറുണ്ട്. അവർക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കുറവ് ഉണ്ടോന്നൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്ത് സ്നേഹത്തോടെയാണ് ആ മുസ്ലിം കുടുംബങ്ങളൊക്കെ അവരെ ചേർത്ത് നിർത്തുന്നത്. അവരുടെ കെയർ ഗീവേഴ്സിന് നോക്കുന്ന എന്തെങ്കിലും ഒരു സാലറിയിൽ കുറവോ എന്തെങ്കിലും അവർക്കൊരു ബുദ്ധിമുട്ടോ ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മളതൊക്കെ നോക്കണം. ഒരു പ്രത്യേക ആൾക്കാരെ നമ്മൾ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയരുത്. ഉള്ളതായിട്ട് പറഞ്ഞോ, കുഴപ്പമൊന്നും ഇല്ല. പിന്നെ യുദ്ധ സാഹചര്യം അല്ലേ, പലരും അങ്ങനെ വർക്ക്, അതായത് ഭയങ്കരമായിട്ട് സൈറനൊക്കെ വരുന്നത് കൊണ്ട് ആദ്യ സമയത്ത് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ സമയത്ത് വർക്കിംഗ് പ്ലേസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സ്കൂളുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം ചേച്ചി പറഞ്ഞത് 1, 2, 3 സൈറൻ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പൊ ചേച്ചി പറയുന്നത് ഭയങ്കരമായിട്ട് സൈറൻ വരുന്നത് കൊണ്ട് സ്കൂളുകളൊക്കെ ക്ലോസ് ചെയ്തേക്കുന്നത് എന്നാണ് ചേച്ചി പറയുന്നത്. നേരത്തെ പറഞ്ഞത് 2, 3 സൈറൻ മാത്രമേ ഡെയിലി വരുന്നുള്ളൂ. ഭയങ്കരമായിട്ട് സൈറൻ വരുന്നത് കൊണ്ടാണല്ലോ സ്കൂൾ കംപ്ലീറ്റ് അടച്ചിട്ടത്.
അപ്പം 3-ൽ കൂടുതൽ സൈറൻ വരുന്നുണ്ട് ഒരു ദിവസം. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം സംഗീത ചേച്ചി പറയുന്നതിൽ പകുതി കള്ളമാണെന്ന്. അതെ, പേടിച്ചിട്ട് എല്ലാവരും വീടിനകത്ത് അല്ലെന്നെങ്കിൽ ബങ്കറിനകത്ത് തന്നെയാണ്, പുറത്തിറങ്ങുന്നില്ല. പുറത്തിറങ്ങുന്നുണ്ടെങ്കിലാണെങ്കിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ വേണ്ടത്, ബസ്, കാർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണ്ടത്. കാരണം ആരും പുറത്തിറങ്ങുന്നില്ല, പേടിച്ചിട്ട് ജീവൻ വേണം, ജീവനെ പേടിച്ചിട്ട് ഒരാളും ബങ്കറിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ആരും പുറത്തിറങ്ങാത്തതും യാത്ര ചെയ്യാൻ വണ്ടികളൊന്നും ഇല്ലാത്തത്. ബങ്കറിനകത്ത് നിന്നുകൊണ്ടാണ് ഈ വീഡിയോകളെല്ലാം ചെയ്യുന്നത്. ആ ബങ്കറിനകത്ത് ആൾക്കാർ പേടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്, അല്ലാതെ ഓഫീസിലൊന്നും ആരും പോകുന്നില്ല, സ്കൂൾ വരെയില്ല. ഒരു സ്കൂളൊക്കെ അടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും അത്രയധികം സ്കൂളൊക്കെ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രമസമാധാന അന്തരീക്ഷം ഇല്ല. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഡ്രോണുകളും മിസൈലുകളും ബോംബുകളും വന്ന് പതിക്കാം. അതുകൊണ്ടാണ് സ്കൂളുകളൊക്കെ നേരത്തെ കണ്ടറിഞ്ഞ് അവിടുത്തെ അധികാരികൾ അതൊക്കെ അടച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ട്രാൻസ്പോർട്ടേഷനൊക്കെ കുറഞ്ഞതും. ജനങ്ങൾ പുറത്തിറങ്ങുന്നില്ല. എന്താണ് കാരണം? യുദ്ധം പേടിച്ചുകൊണ്ട്, ജീവനപായം. അതുകൊണ്ടാണ് ജനങ്ങൾ പുറത്തിറങ്ങാത്തത്. ചേച്ചി വീഡിയോയിൽ പറയുന്ന പോലെയല്ലല്ലോ. ഇസ്രായേലിലും ഈ ഒരു ചേച്ചി മാത്രമല്ലല്ലോ, എത്രയോ ജനങ്ങളുണ്ട്. പല ആൾക്കാരും വീഡിയോ ചെയ്യുന്നില്ല, കാരണം അവർ പേടിച്ച് നിൽക്കുകയാണ്. അവർക്ക് അവരുടെ ജീവനാണ് വലുത്. പിന്നെ എല്ലാവർക്കൊന്നും ഈ ഒരു സാഹചര്യത്തിൽ വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ റീച്ച് ആക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് വിളിച്ചു പറയണം എന്നുള്ള ഒരു ആഗ്രഹം ഒന്നും ആർക്കും ഉണ്ടാവില്ല. ആ സമയത്ത് ആ ഒരു സാഹചര്യം ആയിരിക്കില്ല. എന്തായാലും ചേച്ചി പറഞ്ഞതിന് കുറച്ച് ഭാഗം കൊണ്ടുണ്ട്, അതും കൂടെ കേട്ടിട്ട് നമുക്ക് നിർത്താം. ആ ഒരു സമയത്ത് ആൾക്കാരില്ലേ യാത്ര ചെയ്യാനാ, അധികം എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആരുടെ സാലറിക്ക് കുറവൊന്നുമില്ല, കൃത്യമായിട്ട് അത് കിട്ടും കേട്ടോ. അതുകൂടെ ഞാൻ പറയട്ടെ. അപ്പൊ അധികം ആൾക്കാർ പുറത്തിറങ്ങി അങ്ങനെ ട്രാവൽ ചെയ്യുന്നില്ല, ഫോർ ദ സെക്യൂരിറ്റി പർപ്പസ് ആണ്. അപ്പൊ ആൾക്കാരില്ലാതെ വെറുതെ വണ്ടി ഓടിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു സമയത്താണ് വളരെ ചെറിയ രീതിയിൽ ബസ്സുകളൊക്കെ ഒന്ന് കുറച്ചത്, സർവീസ് കുറച്ചത്. കാരണം ആൾക്കാർ യാത്ര ചെയ്യുന്നില്ല, എല്ലാവരും വീടുകളിൽ സുരക്ഷിതമായിട്ട് ഇരിക്കുന്നു. പിന്നെ കൂടുതൽ പേര് കാറിലൊക്കെയാണ്. പിന്നെ ഈ വർക്കിംഗ് പ്ലേസസ് ക്ലോസ് ചെയ്ത സമയത്തും കുട്ടികളുടെ സ്കൂളുകളൊക്കെ ക്ലോസ് ചെയ്ത സമയത്ത് ഒരുപാട് വണ്ടികളുടെ ആവശ്യമില്ല. ആൾക്കാർക്ക് ലിമിറ്റഡ് ഇതാക്കിയതിന്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ യാത്ര ചെയ്തെങ്കിലല്ലേ നമുക്ക് കൂടുതലായിട്ടുള്ള ബസ് സർവീസ് ഒക്കെ ഓടിക്കേണ്ട കാര്യമുള്ളൂ. അതെ, ഇപ്പോൾ സ്കൂൾ മാത്രമേ സൂം മീറ്റിംഗിൽ ഓടുന്നുള്ളൂ, ബാക്കിയെല്ലാം നോർമൽ ആയിട്ട് തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഈ സംഗതി ചേച്ചി പറയുന്നത്. കാരണം എന്താണ്? ഇവർ കുറച്ച് ദിവസമൊക്കെ നോക്കി നിന്നു ഈ യുദ്ധം അവസാനിക്കുമോ, പക്ഷേ ഇറാൻ ഇത് അവസാനിക്കുന്നില്ല. അതുകൊണ്ട് ഇവരും തന്നെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഒരു സാമ്പത്തികം ആദ്യം വരും, അവിടെ എല്ലാ റിസോഴ്സസിനും അതിൻ്റെ ലഭ്യത കുറയും. അത് മുൻനിർത്തിക്കൊണ്ട് എന്തായി, പഴയ നോർമൽ സാഹചര്യത്തിലോട്ട് ഇവർ പോവാൻ തുടങ്ങി. കാരണം യുദ്ധം അവസാനിക്കുമെന്ന് പ്രതീക്ഷിച്ച് കുത്തിരുന്നാണ്ട് ബങ്കറിനകത്ത് എത്ര കാലമാണ് ഇങ്ങനെ ഒറ്റക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ബങ്കറിനകത്ത് താമസിക്കുക, ശ്വാസം മുട്ടി ജീവിക്കുക. അതുകൊണ്ട് അവരുടെ സാധാരണ ജീവിതത്തിലോട്ട് മാറി. യുദ്ധം നടക്കുന്നുണ്ട്, സൈറൻ വരുന്നുണ്ട്, അവർ ബങ്കറിനകത്തോട്ട് ഒളിച്ചോടുന്നുണ്ട്. പക്ഷേ ആ ദൃശ്യങ്ങളൊന്നും ഇവർ പുറത്തു വിടുക അല്ലെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്തില്ല. സംഭവം ഇതാണ്, യുദ്ധം ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്കൂൾ മാത്രം അവിടെ സേഫാക്കി വെച്ച് ബാക്കിയുള്ളവരെയൊക്കെ പണിക്ക് പോയിക്കോളാൻ പറഞ്ഞു. എപ്പോഴാണ് മിസൈൽ ഡ്രോൺ വരുന്നത്, അത് ചിലതൊക്കെ അവർ ഡിഫെൻഡ് ചെയ്യും. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ സിവിലിയൻസ് തട്ടിപ്പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ചേച്ചിയുടെ കുറച്ച് വാക്കുകളും കൂടി ഉണ്ട്, സമയമുണ്ടെങ്കിൽ അതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് പോവാം. ഇപ്പൊ സ്കൂളുകൾ മാത്രമേ ഉള്ളൂ സൂം മീറ്റിംഗിൽ നിൽക്കുന്നത്. എല്ലാവരും ജോലിക്ക് പോയി തുടങ്ങി. കാരണം യുദ്ധം ഇങ്ങനെ നീണ്ടു പോകുമെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നിൽക്കാം, നമുക്കത് വെച്ചിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബസ് സർവീസ് എല്ലാം ഫുള്ളി ചാലു ആയിട്ടുണ്ട്. സൂപ്പർ മാർക്കറ്റുകളിൽ സാധനം ഇല്ലാണ്ട് ഒരു അവസ്ഥ പോലും വന്നിട്ടില്ല കേട്ടോ. ഇവിടെ ഫുൾ ടൈം ആയിട്ട് നമുക്കിവിടെ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ അവൈലബിൾ ആണ്. പിന്നെ ഇപ്പം നമ്മള് നാട്ടില് ഒരു കട, ആ കടയിൽ നമ്മൾ ചെന്നിട്ട് ഒരു സാധനം അങ്ങനെ വരാറേ ഇല്ല കേട്ടോ ഇവിടെ. ചിലപ്പോൾ അവിടെ ഒന്നും ഒരു വട്ടം ഒരു പാല് വാങ്ങിക്കാൻ പോകുമ്പോൾ ആ കടയുടെ മാത്രം പ്രത്യേകതയാണ്, ആ കടയിൽ പാലൊന്നും ഇല്ല. എനിക്ക് തൊട്ടപ്പുറത്തെ കടയിൽ പോയിട്ട് നമ്മൾ പോയി പാല് വാങ്ങിക്കില്ലേ, അതെന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കും. അവിടുത്തെ സ്റ്റോക്ക് തീർന്നിട്ടായിരിക്കും ആൾക്കാർ വന്നിട്ട് ബൾക്കായിട്ട് അവിടുന്ന് സാധനം എടുത്തിട്ട് പോയത് കൊണ്ട് അവിടെ ഒരു പാല് ഷോർട്ടേജ് ആണെന്ന് വെച്ച് എൻറ്റയർ ഇസ്രായേലിലെ സൂപ്പർ മാർക്കറ്റുകളിൽ സാധനം ഇല്ലാണ്ടിരിക്കുന്ന ഒരു അവസ്ഥയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ അടിപൊളിയാണ്, സൂപ്പറാണ് ഇവിടെ. അപ്പൊ നമ്മൾ നിൽക്കുന്ന രാജ്യത്തെ വെളുപ്പിക്കാൻ വേണ്ടിട്ടോ ഈ രാജ്യം സൂപ്പറാണെന്ന് ഞാൻ പറയും. പക്ഷെ അത് വെള്ള പൂശാൻ വേണ്ടിയിട്ടില്ല, ഉള്ള കാര്യമാണ് കേട്ടോ. അടിപൊളിയാണ് ഇവിടെ, സൂപ്പറാണ്. പിന്നെ നമ്മളൊക്കെ ഈ രാജ്യം ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ദൈവം തൊട്ട് അനുഗ്രഹിച്ച ഒരു മണ്ണാണെന്ന് ഞാൻ പറയും കേട്ടോ. കാരണം
ഇവിടെ വന്ന് രക്ഷപ്പെടാത്തൊരു മനുഷ്യരില്ല. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്ത് ജോലി ചെയ്യാൻ വന്നിട്ട് എല്ലാവരും രക്ഷപ്പെട്ട ചരിത്രമേ ഉള്ളൂ കേട്ടോ. ഒരു മനുഷ്യനായിട്ട് ഇതായി പോയിട്ടില്ല, മോശമായിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ സ്വന്തമായിട്ട് വസ്തു വാങ്ങി ഞാനിപ്പോ വീഡിയോ വെച്ചോണ്ടിരിക്കുന്നു. ഇതൊക്കെ എനിക്ക് ഈ മണ്ണാണ് തന്നത്. അതുകൊണ്ട് ഈ മണ്ണ് എനിക്ക് എപ്പോഴും എന്റെ മാതൃരാജ്യം, എന്റെ പെറ്റമ്മയാണെങ്കിൽ അതുപോലെ തന്നെ എന്നോട് എനിക്ക് ചേർത്ത് നിർത്താൻ ഈ മണ്ണിനെയും പറ്റും. ഒരു പുണ്യഭൂമിയാണ് കേട്ടോ ഇത്, സമ്മതിച്ചു കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ എന്നെ ആരും കൊല്ലൊന്നും ചെയ്യരുത്. ഇങ്ങനെ ഞാൻ വീഡിയോ ഇട്ടില്ലെന്ന് വെച്ച് ഞാൻ മരിച്ചുപോയി എന്നൊന്ന് വെറുതെ ആർക്കാരും ഒന്ന് പറയരുത് കേട്ടോ. എനിക്ക് എന്റേതായ തിരക്കുകൾ ഉള്ളതുകൊണ്ടായിരിക്കും ഡെയിലി ഞാൻ അപ്ഡേഷൻ തരാത്തത്. അപ്പം എല്ലാരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക കേട്ടോ. വന്ദേ മാതരം. ജയ് ഹിന്ദ്, ജയ് ഇസ്രായേൽ. അതെ ചേച്ചി, ഇസ്രായേൽ ഒരു പുണ്യഭൂമിയാണെന്നുള്ള കാര്യം എല്ലാ മനുഷ്യർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ പുണ്യഭൂമിയിലോട്ട് ബോംബും ഡ്രോണും വർഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. 24 മണി സമയം ഡ്രോണുകളും മിസൈലുകളും അയൺ ഡോമും ഒക്കെ വെച്ച് ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവിടെ പുണ്യഭൂമിയിലാണല്ലോ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമാണ്, വളരെ ബ്ലസ്ഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞത് വളരെയധികം സന്തോഷം ചേച്ചി. മാത്രമല്ല ചേച്ചി പറയുന്നത് പാലിനെ കുറിച്ചൊരു ഉദാഹരണം പറയുന്നുണ്ട്. ഇസ്രായേലിലെ എൻ്റയർ സൂപ്പർ മാർക്കറ്റിൽ ഒരു സാധനത്തിനും ഒരു അവൈലബിലിറ്റിക്ക് യാതൊരു കുറവുകളുമില്ല. എല്ലാ സൂപ്പർ മാർക്കറ്റും ഫുള്ളാണ്, ഭയങ്കരമായിട്ട് ഫുൾ അവർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. പക്ഷേ അതിൻ്റെയൊക്കെ പ്രൈസിനും അവർ അതുപോലെ തന്നെ വില കൂട്ടുന്നുണ്ടാവും. എന്തായാലും ഇസ്രായേലിലെ ഈ സംഗിനി ചേച്ചി ഇങ്ങനെ ജീവനോടെ ഉള്ളത് അറിഞ്ഞതിൽ തന്നെ വളരെയധികം സന്തോഷം. ഇസ്രായേലിലെ കൂടുതൽ വാർത്തകളുമായിട്ട് ഇനിയും വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ചേച്ചി ബങ്കറിനകത്ത് തന്നെ സേഫായിട്ട് ഇരിക്കുക. അലാം വരുന്ന സമയത്ത് വേഗം പബ്ലിക് ബങ്കറിലോട്ട് ഓടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സുലാം, ബൈ.